അളവ് പറയുവാണെങ്കിൽ ഓരോന്നും ഇത്ര ഗ്രാം വെച്ച് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1 കിലോ കേക്ക് ഉണ്ടാക്കുന്നതിനായി മിനിമം 250 ഗ്രാം മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആവശ്യമുള്ളത്. ഇനി ഇതിലെ വലിയ പീസുകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആൽക്കഹോളിക് ബീവറേജസ് ആയ റമ്മ്, ബ്രാൻഡി, വിസ്കി, അതല്ലെങ്കിൽ വൈന്, ഷാമ്പെയിൻ ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുക. ഞാനിവിടെ റമ്മാണ് ചേർക്കുന്നത്. 1 കിലോ ഡ്രൈ ഫ്രൂട്ട്സിന് ഏകദേശം 2-2.5 കപ്പോളം ചേർക്കാവുന്നതാണ്. ഇനി ഇത് ഒരടപ്പ് ഉപയോഗിച്ച് അടയ്ക്കുക. അതിനുശേഷം ഭരണി കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറഞ്ഞത് 1 മാസമെങ്കിലും ഇങ്ങനെ റമ്മിൽ കുതിർത്തിടുക. അത്രയും നാൾ വെയിറ്റ് ചെയ്യാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത് അതൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പാണ്. ആ കേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കേക്കാണ്, സാധാരണ കേക്കല്ല. ക്രിസ്മസ് കേക്കിനാണ് നിർബന്ധമായും വേണ്ടത് മദ്യം. അതിൽ മദ്യം മിക്സ് ചെയ്യാതെ അവർ കേക്ക് ചെയ്യില്ല. അതവർക്ക് മദ്യമെന്ന് പറഞ്ഞാൽ മദ്യവും അവർക്ക് പ്രിയമാണ്. നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് മദ്യവും പ്രിയമാണ്. ക്രിസ്മസിനോ അവരുടെ വേറെ എന്തെങ്കിലും ഉത്സവമോ പാർട്ടിയോ ഏതാണെങ്കിലും അവർക്ക് മദ്യം വേണം. പിന്നെ ഇവിടെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിർബന്ധമായും മദ്യം വേണം. മദ്യത്തിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് അവർ കേക്ക് ഉണ്ടാക്കുന്നത്. അത് മദ്യം ഇട്ടില്ലെങ്കിൽ അത് പാകം വരുന്നതല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ചിലപ്പോൾ ആയിരിക്കാം. ഏതാണെങ്കിലും നമ്മൾ അവരുടെ ഒരു ഫംഗ്ഷനിലേക്ക് പോകുന്നത് തെറ്റല്ല, പോകണം. എങ്കിലും ഈ കേക്ക് മുറിക്കലും കേക്ക് കഴിക്കലും ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നമുക്കത് അറിയാവുന്നത് കൊണ്ടും. സഹോദരന്മാരെ, എൻ്റെ വീട്ടിനും ഒരു കേക്ക് വന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ഓണർ അത് ക്രിസ്ത്യനാണ്. അവിടെ നിന്ന് കേക്ക് വന്നു. അതിൻ്റെ കാര്യം അറിയാവുന്നത് കൊണ്ട് കഴിച്ചില്ല. വേറെ സഹോദരന്മാർക്ക് ഇതേ സമുദായത്തിൽപ്പെട്ടവർക്ക് അതിനെ കൊടുത്തു. അതുപോലെ ഈ സൗഹാർദ്ദത്തിന് വേണ്ടി നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത് തെറ്റല്ല. ഇവിടെ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയതിൻ്റെ ഒരു സീൻ നമ്മൾ കാണാം ഇൻഷാ അല്ലാഹ്. അനിവാര്യമാണെന്നും ബന്ധങ്ങളുടെ പാലം ക്രിസ്തുമസിലൂടെ പുനർനിർമ്മിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഒരു കൂടിക്കാഴ്ച, സന്തോഷത്തിന്റെ ഒരു കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ സുദിനം എന്നുള്ളത് യേശുവിന്റെ ജന്മദിനം. കേരളത്തിലാകുമ്പോൾ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത്. വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും അത് സമൂഹത്തിന്റെ ആഘോഷമാണ്. ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും ദൃഢപ്പെടുത്തുന്നതും. സ്നേഹത്തിലൂടെ നമുക്ക് ദൃഢപ്പെടുത്തുവാൻ ക്രിസ്മസും ഓണവും പെരുന്നാളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ നല്ല ദിവസം ഇവിടെ വന്ന് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കുവാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ആ സൗഹാർദ്ദം നിലനിർത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ കേരളത്തിനൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ഒരു സംസ്കാരമാണ്. പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സ്. ക്രിസ്മസിന്റെ ഏറ്റവും നല്ല സന്ദേശം. ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ഇപ്പുറം ഇങ്ങോട്ടാണ് വിമർശനങ്ങൾ. ഖാദി ഫൗണ്ടേഷൻ ആകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ഒരുപാട് കാര്യങ്ങൾ സമസ്തയിൽ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്. എനിക്കാണെങ്കിലോ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രിയമാണ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ പ്രിയമാണ്.
വിമർശിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്ത വീഡിയോ അഡ്ജസ്റ്റ്മെൻറ്റ് വീഡിയോ ആയിരുന്നു ചെയ്തത്. അഡ്ജസ്റ്റ്മെൻറ്റ് വീഡിയോ ആയിരുന്നു ചെയ്തത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറ്റം പറയാൻ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട്. ഇപ്പോഴും ഞാൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറ്റം പറയാൻ തയ്യാറല്ല, കുറ്റം പറയുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൊടുക്കേണ്ട നമ്മുടെ ഒരു നിലപാട്, എന്താണ് ഡയറക്ഷൻ കൊടുക്കേണ്ടത്? അത്ര വലിയ തങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കാനായോ എന്ന് ചോദിക്കേണ്ടതില്ല. അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവരും സ്വാതന്ത്ര്യരാണ്. എല്ലാവർക്കും പറയാം. എടുക്കലും കേൾക്കലും കേൾക്കാതിരിക്കലും അവരുടെ ഇച്ഛയാണ്, അവരെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബിസിനസ്സുകാരനാകട്ടെ ഒരു രാഷ്ട്രീയക്കാരനാകട്ടെ അതിൽ ഉറച്ചു നിന്നാൽ ഇപ്പോൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്തത് ഒട്ടും തെറ്റല്ല. പിന്നെ അവരുടെ ആരാധന കർമ്മങ്ങളിലും അവരുടെ ഫുഡ്, അവിടെ ഉണ്ടാക്കിയ വസ്തു നമ്മൾ കഴിക്കുന്നത് അത് ശ്രദ്ധിച്ച് വേണം. ഹിന്ദുക്കളാണെങ്കിലും ഹിന്ദു സഹോദരന്മാരാണെങ്കിലും അതുപോലെ ക്രിസ്ത്യൻ സഹോദരന്മാരാണെങ്കിലും അതിൽ മദ്യം വയ്ക്കുകയോ അതല്ലെങ്കിൽ പൂജയിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുങ്കുമ അതുപോലെയുള്ള അതിൽ പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഹിന്ദു സഹോദരന്മാരുടെ അവര ഉത്സവത്തിലും നമ്മൾ പോയി കഴിക്കാൻ പാടില്ല. അതുപോലെ കേക്ക് കഴിക്കാനും പാടില്ല. കേക്ക് സാധാരണ കേക്കല്ല, ക്രിസ്ത്യന്മാർ ഉണ്ടാക്കിയ ക്രിസ്തുമസിനുണ്ടാക്കിയ കേക്ക് കഴിക്കാനേ പാടില്ല. അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് മദ്യം മിക്സ് ചെയ്യുന്നു എന്നാണ് ഞാൻ ആദ്യം നിങ്ങൾ കാണിച്ചത്. അത് ഹറാമാണ്. അതുകൊണ്ട് നമ്മൾ ഹലാൽ കഴിക്കുന്നവർ അവരും അതുപോലെയാണ്. നമ്മുടെ ഹലാൽ അവർക്ക് സഹിയല്ല, അവർ കഴിക്കുന്നില്ല, അത് പാടില്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്കൊരു വീഡിയോ വന്നല്ലോ. ഒരു ഫാദർ പറയുന്ന കാര്യം, മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് വന്ന കേക്കാണെങ്കിൽ നമുക്ക് വേണ്ട, തുപ്പിയും തൂറിയും വരുന്ന കേക്കാണെന്ന് പറഞ്ഞത് അതാണ്. അതുകൊണ്ട് അതവർക്ക് വേണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിക്കാനില്ല. അതുപോലെ നമ്മളും അത് അറിഞ്ഞു വേണം അവിടെ പോയി കേക്ക് മുറിക്കലും കഴിക്കലും. അതുകൊണ്ട് അവിടെ പോയി സൗഹാർദ്ദത്തോടു കൂടെ അവരെ അഭിനന്ദിക്കുകയാണെങ്കിലോ അതിനെ അവരുടെ ആചാരം അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ആരാധന കർമ്മമായി അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ഫുഡ് കഴിക്കുന്നതും ആവർത്തിച്ച് പറയുന്നു. പിന്നെ ഇവിടെ എനിക്ക് ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പറയാനുള്ളത്, ദീനിയായ കാര്യത്തിൽ നമ്മൾ മുസ്ലിമായിരിക്കെ രാഷ്ട്രീയം ചെയ്യാം, മുസ്ലിമായിരിക്കെ ബിസിനസ്സും ചെയ്യാം. നമ്മളതാണ് ചെയ്യുന്നത്, ബിസിനസ് മാത്രമാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും വേണം, എല്ലാം വേണം, എല്ലാവരും വേണം. അതുകൊണ്ട് അവർ ആരെല്ലാം വിളിക്കുന്നു അവിടേക്ക് പോയേ പറ്റൂ. പോയില്ലെങ്കിൽ അവർക്കൊരു അസമാധാനമാണ്. ആ പോയാൽ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ആരാധന കർമ്മങ്ങളും അതുപോലെ അവിടെ കഴിക്കുന്ന ഫുഡും അതും ശ്രദ്ധിച്ച് വേണം. പിന്നെ അവിടെ പോകുന്നത് തെറ്റല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ രാഷ്ട്രീയത്തിൽ മാത്രം ഉറച്ചു നിൽക്കണമെന്നാണ് നമ്മുടെ ചാനലിന് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളെ, നിങ്ങളെ വിമർശിക്കപ്പെടുന്നത്, നിങ്ങളെ ആരും കുറ്റം പറയുന്നത് നമുക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിമിനും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ദീനിയായ കാര്യത്തിൽ ഖാദി സ്ഥാനം എന്നുള്ള സ്ഥാനവും അതുപോലെ ദീനിയായ കാര്യത്തിൽ സമസ്തയിലും നിങ്ങൾ അവിടെ ഒരു അംഗമായത് കൊണ്ടാണ് ഇത്രയും വിമർശിക്കപ്പെടുന്നത്. നിങ്ങൾ തങ്ങളായിട്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം എല്ലാവരും ചേർത്ത് പിടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, നിങ്ങളുടെ ഒരു ബഹുമാനം ഒട്ടും കുറയുകയില്ല. തീർച്ചയായും നിങ്ങളുടെ ബഹുമാനം കൂടുകയേ ഉള്ളൂ. എല്ലാ പണ്ഡിതന്മാരാകട്ടെ എത്ര വലിയ പണക്കാരനാകട്ടെ തങ്ങളടുത്ത് വന്നേ തീരൂ. അത് കൊണ്ട് മാത്രം നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, രാഷ്ട്രീയമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും നിങ്ങൾ മത്സരിക്കുക. അതുപോലെ നിങ്ങൾക്കൊരു മന്ത്രിയാകാനോ ഒരു മുഖ്യമന്ത്രിയാകാനോ എവിടെ വരെ എത്താൻ വേണമെങ്കിൽ നിങ്ങൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ കാര്യത്തിൽ മാത്രമേ പോകാവൂ. പിന്നെ രണ്ടാമത്തെ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുമെങ്കിൽ ഒരു ബിസിനസ്സും ചെയ്യാം എന്നല്ലാതെ ദീനിയായ കാര്യത്തിൽ നിന്ന് നിങ്ങൾ അല്പം ദൂരം നിൽക്കേണ്ടതാണ്, തീർച്ചയായും നിൽക്കേണ്ടതാണ്. അപ്പോഴാണ് നിങ്ങൾ വിമർശിക്കപ്പെടാത്ത ഒരു തങ്ങൾ, ഒരു സൗഹാർദ്ദത്തിനെ കാത്തു സൂക്ഷിക്കുന്ന തങ്ങളെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം നിങ്ങളെ ആരും കുറ്റം പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, തീർച്ചയായും ഇഷ്ടമല്ല. ആ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ ഒരു 2-3 വീഡിയോകൾ ഞാൻ ചെയ്തതുണ്ട്, നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തതിന് സപ്പോർട്ടല്ല,
എനിക്ക് കുറ്റം പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വീഡിയോ ഞാൻ ചെയ്തത്. ഇപ്പോഴും ഞാൻ കുറ്റം പറയുന്നില്ല, ഇതൊരു ഡയറക്ഷൻ മാത്രമാണ്. നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് വിനീതമായി തങ്ങളോട് ബഹുമാനത്തോടു കൂടെ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.